ആനേ ചിന്നൊക്കെ വിളിക്കുന്നു. ഭയങ്കര എരിയടാ. ഭയങ്കര എരി. പുളിപ്പോ ചുമ്മാ പരിയാസം അടിയാടാ. തിന്നടാ. പോണു നമുക്ക് പിന്നെ താഴോട്ടാക്കാൻ വാ. ഹലോ. ഞാൻ ഇവിടെ ആഹാരം കഴിച്ചോണ്ടിരിക്കും. അതും നമ്മളായിട്ടുള്ള സ്വകാര്യതയല്ലേ. അത് നമ്മളായിട്ട് അറിയേണ്ട ആവശ്യമൊന്നും. അങ്ങനെ ഇവിടെ ആൾക്കാരെ കഴിയും. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇത് ശരി അങ്ങോട്ട് വിളിക്കാന്ന്. നീ പോണ വൈ. ഊണ് വെച്ചോണ്ടിരിക്കല്ലേ. വൈ. നിങ്ങൾ ചോദിക്കാത്തത് ഇയാൾക്ക് ഈ വയസ്സുകാലത്ത് ഏതവള് ഇങ്ങനെ എന്നെ ഇപ്പൊ സംസാരിച്ച കാര്യമില്ല. ചോദിക്കാത്തത് സ്വകാര്യതയല്ലേ ഇവിടെ ആളിരിക്കുന്നത്. നല്ല ഹൈലൈറ്റ്. ഇവിടെ മൊത്തം ആൾക്കാർ കേട്ടോണ്ടിരിക്കണം. നമ്മൾ ശ്രദ്ധിച്ച അപ്പൊ ചോദിക്കാം. ഞാൻ ചോദിക്കാം. എനിക്കൊന്നൊന്ന് പേടി ചോദിക്കാൻ. പിന്നെ ചോദിക്കാം. അപ്പൊ ഹലോ. അങ്ങോട്ട് വരാൻ. ശരി. അപ്പൊ അപ്പച്ചി ഇപ്പൊ വേണമെങ്കിൽ ചോദിക്കരുത്. അപ്പച്ചി ചേച്ചിയല്ലേ? പുഷ്പല്ലേ ഇപ്പൊ പുഷ്പ? അയ്യേ, ഏതോ കളവിയായിരിക്കും. അല്ല, അമ്മയുടെ വളർത്തു ദോഷം. അല്ലാതെ ഞാൻ എന്തോ ചെയ്യാന്? വളർത്തു ദോഷം ഇങ്ങനെ വായി നോക്കി നടക്കുന്നത് ഞാൻ എന്ത് ചെയ്യാന്? അമ്മ ചോദിക്കൊന്നുമില്ല. ചേട്ടൻ വേണമെങ്കിൽ ചോദിച്ചു. ഞാൻ ഈ അളിഞ്ഞ ഗ്യാസ് ചോദിക്കാനാ. എന്നെ കൊച്ചാക്കരുത് കേട്ടോ. ചോദിക്കാനൊക്കെ അറിയാം കേട്ടോ. ഞാൻ ചോദിക്കും. ഈ പുഷ്പാക്കനാ? അതൊക്കെ ആര്? ആരത്? കളിക്കുള്ള സൈഡിലോട്ടുള്ള നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കണല്ലോ. ചോദിക്കണമെന്നില്ലല്ലോ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട മാറ്ററാണ് ഞാൻ പറഞ്ഞേക്കാം. ഈ അളിഞ്ഞ ഗ്യാസ് സൂക്ഷിച്ചേ നന്നായിരിക്കും. അപ്പച്ചി ചോദിക്കാം. അപ്പച്ചിക്ക് ചോദിക്കണ എന്തോ കുഴപ്പം? ഞാൻ എത്ര പ്രാവശ്യം പറയുന്നു. പതുക്കത്തിന് ഇങ്ങനെ കുറച്ചല്ലേ പറയണം. എനിക്ക് എപ്പോഴെങ്കിലും സംശയമൊക്കെ ഉണ്ടായിട്ടുണ്ടോ മുമ്പേ ഞാൻ ശ്രദ്ധിച്ചില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി. കണ്ടോ, ഇപ്പൊ കുറച്ചു നാളായിട്ടുള്ളതായിരിക്കും ഇതൊക്കെ. വർത്താനം കണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ എല്ലാരും ഉള്ളു. ഞാൻ പിന്നെ വിളിക്കാം. എന്തൊരു ഒലിപ്പീര്. ഇതിന്റെ പേര് ഒലിപ്പീര്. തണ്ട് കൊടുക്കണമെന്ന് എനിക്ക്. കൊടുക്കാത്ത അത് തന്നെ. അത് ശരിയാവൂലെന്ന്. ഇനി ഒരു കല്യാണം കഴിക്കാൻ പറ്റൂലെന്ന് ആവശ്യമില്ലാതെ. അത് നമുക്ക് പറ്റിയതല്ല. അത് ശരിയാവൂല. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, അത് നടക്കാത്ത കേസ്. കല്യാണമൊന്നും നടക്കൂല. മലയാതി എടി മൂതവി, നീ ആരാണ്? എടി മൂതവി, നീ ആരാണ്? കാണിച്ചാലാണ് ഇവർക്ക് പ്രായമായ ആൾക്കാരെ വഴിതെറ്റിക്കാൻ ഇറക്കിന്റെ മൂതവി വെച്ചിട്ടുണ്ടോ നിറക്കിയാന്? എടി ആരാന്ന് നിനക്ക് അറിയാവോ? കുടുംബമേ കളരിക്കാരാ. നിന്നെ നേരി കണ്ട വെട്ടി നിർത്തി പറഞ്ഞില്ലെന്ന് വേണ്ട. ഒരു വയസ്സനെ വഴിതെറ്റിക്കാൻ നടക്കുന്നുണ്ട്. തെണ്ടി വെച്ചിട്ടുണ്ടോ നിനക്ക്? സോറി സർ, ക്ഷമിക്കണേ. തെറ്റിപ്പോയി. എന്തോന്ന് നീ കാണിച്ചത്? വെച്ചിട്ടുണ്ട്. എന്തോന്ന് കാണിച്ചത്? എന്തൊരു കാണിച്ചത്? എന്റെ സെന്തിന് പറഞ്ഞത് എന്തൊക്കെയാ പറഞ്ഞു? എനിക്ക് തെറ്റിപ്പോയി. ഒന്നുമില്ല. അച്ഛാ ഇപ്പൊ എന്തോ കാണിച്ചത്? ഞാൻ എന്തിനു കാണിച്ചേ? ഏഴവളെ വിളിച്ചോണ്ടിരിക്കണത്? ഞാൻ വിളിച്ചില്ലേ? പുഷ്പ, ഞാൻ പറയട്ടെ. പറഞ്ഞില്ല. എന്റെ പൊന്നൊക്കെ ഇത് പറഞ്ഞുകൂടാടി. അമ്മയ്ക്ക് എന്തോന്നത്? എടാ, അത്
പുഷ്പാങ്കതിരാ ഒരു സൈക്കാട്രിസ്റ്റാ. ഓ എന്റെ കൂട്ടുകാരൻ അവനാണ് എന്നെ വിളിച്ചോണ്ടിരുന്നത്. എന്താണ് നിങ്ങളെല്ലാം കൂടെ എന്നെ ഈ കല്യാണം കഴിക്കാൻ പോണം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. എടാ നീ എന്നെ ആ രീതിയിലല്ലേ കണ്ടത്? എടാ എടാ പോട്ടാ, എനിക്കൊരു തെറ്റ് പറ്റിയത് കേട്ടോ. നീ അങ്ങ് ക്ഷമിക്കും പോടി മൂദേവി. പോട്ടെ. മാമ അയ്യോ എന്നാലും നിങ്ങൾ എന്നെ സംശയിക്കണം. അല്ല മാമ, അത് പിന്നെ അപ്പൊ എന്തായാലും എല്ലാ കാര്യങ്ങളും കലങ്ങി തെളിഞ്ഞല്ലോ. അപ്പൊ എല്ലാവർക്കും അവരവരെ ജോലി നോക്കി അപ്പൊ പോവാം. പോവല്ല. അച്ഛാ അതെ, ഇവ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടാണ് നമുക്ക്. നീ പോടാ, നിങ്ങളെല്ലാം കൂടെ എന്നെ സംശയിക്കണം. എടാ ഉണ്ണി, നീ എന്നോട് ക്ഷമിക്കൂ കേട്ടോ. എനിക്കൊരു അബദ്ധം പറ്റിയതാടാ. എന്നാലും എന്റെ ചേച്ചി ഇങ്ങനെ ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. മാമ മാമ വിഷമിക്കാതെ. സാരമില്ല, പോട്ടെ. നീ നമുക്ക് കരയല്ലേ. ശങ്കര പറഞ്ഞ നമ്മളെ ജോലി നോക്കി പോവാ അച്ഛാ. എന്താ പറഞ്ഞു, എന്റെ ഒരു ജോലി ഞാൻ ചെയ്തിട്ട് വരാം. ആ. എന്താ പാടാ ഇവിടെ? അയ്യോ.